വീട്ടിലെ പോരാളി 10-35 വർഷമായിട്ട് പൊന്നുപോലെ കാത്ത് സൂക്ഷിച്ച് കൊണ്ട് നടന്ന ഒരു ചീനിച്ചട്ടി അതെൻ്റെ അശ്രദ്ധ മൂലം കരിഞ്ഞ് കത്തിപ്പോയി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. പണ്ട് ഇൻസ്റ്റഗ്രാമിൽ എവിടെയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടിരുന്നു. അത് ചെറുതായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അത് നമുക്കൊന്ന് വർക്കാവുമോ ഒന്ന് ചെയ്ത് നോക്കാം. സ്മൂത്തി ഉണ്ടാക്കാൻ ക്യാരറ്റ് വേവിക്കാൻ വേണ്ടി ആ ചട്ടിയിൽ വെച്ചിട്ട് പോയതാണ് കേട്ടോ. തിരിച്ച് വന്നപ്പോൾ ചട്ടി കരിഞ്ഞിരിക്കുന്നു, ഫ്ലെയിം കൂടുതലായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ആ ചട്ടിയിൽ ഞാൻ വെള്ളം എടുത്തു, അത് അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെ അകത്ത് ഇനി സോഡാപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരി കൂടുതൽ അങ്ങ് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വരുന്നത് സോപ്പ് പൊടിയാണ് കേട്ടോ. അതും കൂടെ അങ്ങിട്ട് കൊടുത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊരു 5 മിനിറ്റോളം ഇതവിടെ ഇരുന്ന് തിളക്കട്ടെ. തിള വന്നതിന് ശേഷം നമുക്ക് ഇതങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു 10-20 മിനിറ്റ് ആ ചട്ടിയിൽ അങ്ങനെ വെച്ചേക്കാം. അതിനുശേഷം ഞാനിതാ വെള്ളം കളഞ്ഞിട്ട് ഒരു ട്രിപ്പ് ഒന്ന് കഴുകിയെടുത്തു. രണ്ടാമത് ഇതുപോലെ ഞാൻ തേച്ച് കഴുകിയെടുക്കുകയാണ്. സത്യത്തിൽ ആ വീഡിയോയിൽ ഒരു പ്രാവശ്യം സ്ക്രബ്ബർ കൊണ്ട് ഇങ്ങനെ തൂക്കുന്നതേ കാണിച്ചുള്ളൂ, ഫുള്ള് പോയതായിട്ടാണ് കാണിച്ചത്. പക്ഷേ എനിക്കൊരു പ്രാവശ്യം ഒന്ന് ഉരച്ചപ്പോൾ പോയൊന്നുമില്ല. ഒരു 2-3 ട്രിപ്പ് ഇതുപോലെ തേച്ച് കഴിയപ്പോഴാണ് പോയത്. എന്തായാലും 3 ട്രിപ്പ് ഉരച്ച് കഴിക്കാനും വേണ്ടിയില്ല, സംഭവം അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടി. പിന്നെ ലാസ്റ്റിലെ ഈ കാര്യം നിങ്ങൾ വിട്ടു പോകാതെ ശ്രദ്ധിച്ചോണം. സോപ്പ് പൊടി ഇട്ട ചട്ടിയാണ്, അതുകൊണ്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് കഴുകി കളഞ്ഞിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ വയറിന് പ്രശ്നമൊക്കെ ആകും. പിന്നെ എന്നെ ഒന്നും പറയരുത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ക്യാപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, ലാസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്തു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു.